നിവിൻ പോളിക്കെതിരെ ഉള്ള ലൈംഗികാരോപണത്തിൽ പരാതിക്കാരിയുടെ മൊഴികളിൽ വലിയ വൈരുദ്ധ്യമുണ്ട്. തനിക്കെതിരായ ലൈംഗികാരോപണത്തിനു പിന്നിൽ ഗൂഢാലോചന സംശയിച്ച് നടൻ പരാതി നൽകിയിരുന്നു. പിന്നാലെ സിനിമയിൽ നിന്നുള്ളവർ തന്നെയാണ് ഇതിനു പിന്നിലെന്ന് സംശയമുണ്ടെന്ന് പറഞ്ഞ ആളാണ് സംവിധായകൻ ബൈജു കൊട്ടാരക്കര. നിവിൻ പോളിക്കെതിരെയുള്ള വ്യാജ പരാതിക്ക് പിന്നിൽ പവർ ഗ്രൂപ്പ് എന്ന ആരോപണവും ബൈജു കൊട്ടാരക്കര ഉയർത്തിയിരുന്നു. ഇപ്പോൾ ഇതാ അമ്മയുടെ സ്ത്രീകൾ നയിക്കുന്ന ഭരണസമിതിയിൽ തനിക്ക് യാതൊരു പ്രതീക്ഷയുമില്ലെന്ന് പങ്കുവയ്ക്കുകയാണ് സംവിധായകൻ ബൈജു കൊട്ടാരക്കര. ന്യൂസ് ഗ്ലോബ് TV എന്ന തന്റെ യൂട്യൂബ് ചാനലിലൂടെയാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെ: അമ്മയുടെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ഏകദേശം 60% യുവ അഭിനേതാക്കളും തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. നടിയെ ആക്രമിച്ച കേസിൽ ഇരയെ പിന്തുണച്ച പല ആളുകളും തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. അപ്പോൾ സ്ത്രീ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പൊരുതി എന്ന് പറയുന്ന ശ്വേതാ മേനോനും മറ്റു 4 പെണ്ണുങ്ങളും അധികാരത്തിലേറി. സ്ത്രീ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് വാഴ്ത്തപ്പെടുന്ന സമൂഹത്തിനൊപ്പം ഞാനില്ല. അതിനൊരുപാട് കാരണങ്ങളുണ്ട്. നടി ആക്രമിക്കപ്പെട്ട കേസിൽ അന്ന് അമ്മ സംഘടന നിന്നത് വേട്ടക്കാരനൊപ്പമാണ്. അന്ന് ആർജവമുള്ള ചില സ്ത്രീകൾ സംഘടന വിട്ടു. തൊഴിലില്ലെങ്കിൽ വേണ്ട, ആത്മാഭിമാനമാണ് വലുതെന്ന് പറഞ്ഞുകൊണ്ട് പുറത്തു പോയവരാണവർ. മറ്റൊരു കൂട്ടർ സത്യാവസ്ഥ അറിഞ്ഞിട്ടും പുറത്തു പറയാൻ മടി കാണിച്ച് സംഘടനയോടൊപ്പം ചേർന്നു നിന്നു. മറ്റൊരു കൂട്ടർ ഇരയ്ക്കെതിരെ ഗോഗ്വ വിളികളുമായി രംഗത്ത് വന്നു. ഇത് ഫ്രെയിം ചെയ്തൊരു സ്റ്റോറിയാണ് എന്ന് പറഞ്ഞ ആളാണ് ശ്വേതാ മേനോൻ. പിന്നെ എന്തിനാണ് ഇതേ ഇരയെ സംഘടനയിലേക്ക് ശ്വേതാ മേനോൻ തിരിച്ചു വിളിക്കുന്നത്? ആണിന്റെ രൂപത്തിലായാലും പെണ്ണിന്റെ രൂപത്തിലായാലും സിനിമാ സംഘടനകളിൽ പവർ ഗ്രൂപ്പുകൾ ഉണ്ട് എന്നതിന്റെ സാക്ഷ്യപത്രമാണ് മലയാള സിനിമയിലെ സംഘടനകളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനെയൊക്കെ പിന്താങ്ങാൻ കുറെ ആളുകളും സംഘടനയിലുണ്ട്. ഈ പോക്ക് പോയാൽ ഒരു നാൾ ഇതിനൊക്കെ അന്ത്യമുണ്ടാകും. മാധ്യമങ്ങൾ ഇരയോടൊപ്പം നിന്ന് ഇരയ്ക്ക് വേണ്ടി മുറവിളി കൂട്ടിയപ്പോൾ അവരുടെ എല്ലാം മുന്നിൽ വെച്ച് 8ാം പ്രതി ജയിലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഓടിച്ചെന്ന് ഞാനുണ്ട് ഏട്ടാ എന്ന് നിലവിളിച്ച ആളാണ് ലക്ഷ്മിപ്രിയ. ഒരു നാറിയ നാടകം നടത്തി ആ നാടകത്തിന്റെ ലീഡറായിരുന്ന ആളാണ് കുക്കു പരമേശ്വരൻ. കുക്കുവും ഇരയ്ക്കൊപ്പം ആയിരുന്നില്ല. ഇവരൊക്കെയാണ് സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയെന്ന് വാദിച്ചുകൊണ്ട് ഇപ്പോൾ അമ്മയുടെ തലപ്പത്തെത്തിയിരിക്കുന്നത്. പക്ഷെ ഇതിന്റെ പേരിൽ ചരട് വലിച്ചവരെ കുറിച്ച് ഓർത്തു നോക്കിയാൽ ഇതിന്റെ കാര്യഗൗരവം പിടികിട്ടും. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നിട്ട് 52ഓളം കേസുകൾ പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടും അതെല്ലാം ക്യാൻസൽ ചെയ്ത സർക്കാരാണ്. സ്ത്രീകൾ അധികാരത്തിൽ വന്നാൽ എന്താണ് പ്രശ്നമെന്നാണ് മന്ത്രി പറഞ്ഞത്. അപ്പോഴേ ഞങ്ങൾ പറഞ്ഞിരുന്നു, ഇത് വേറെ ലെവലിലേക്കാണ് പോകുന്നത്. ഈ പോകുന്നത് മര്യാദയ്ക്കല്ലെന്നും അതുതന്നെയാണ് സംഭവിച്ചത്. ജഗദീഷ് എന്ന പ്രസിഡന്റ് സ്ഥാനാർത്ഥിയെ തൽസ്ഥാനത്ത് നിന്ന് പുറത്താക്കാൻ ശ്രമിച്ച ചിലർ, അതുപോലെ തന്നെ പ്രഗത്ഭരായ ചിലരെ കൂടി മാറ്റി നിർത്താൻ ഇതിനു പിന്നിൽ പ്രവർത്തിച്ച സാങ്കേതിക വിദഗ്ധരുടെ സംഘടനയിലെയും നിർമ്മാതാക്കളുടെ സംഘടനയിലെയും ചില തലവന്മാരായിരുന്നു. ഇവരങ്ങ് അമേരിക്ക വരെ ശ്വേതാ മേനോന് വേണ്ടി പ്രവർത്തിച്ചു. ന്യൂയോർക്കിൽ നിന്ന് പോലും ശ്വേതാ മേനോന് വേണ്ടി ചിലർ പ്രവർത്തിച്ചു. ഇതിന്റെയൊക്കെ അർത്ഥം ഇരയോടുള്ള സ്നേഹമല്ല, വേട്ടക്കാർക്കൊപ്പം നിൽക്കാനുള്ള വ്യഗ്രതയാണ്. WCC അംഗങ്ങളെ അമ്മയിലേക്ക് തിരിച്ചു കൊണ്ടുവരണം എന്നാണ് ശ്വേതാ മേനോൻ പറഞ്ഞത്. സുരേഷ് ഗോപി ദേവനെ പ്രസിഡന്റാക്കാൻ ശ്രമിച്ചു. BJPയുടെ കരങ്ങളിൽ ഒതുക്കാനായിരുന്നു ഉദ്ദേശം. എന്നാൽ അതും നടന്നില്ല. രാഷ്ട്രീയം അവിടെ ഉണ്ടെന്ന് ഇതിൽ നിന്ന് അർത്ഥമില്ല. ഇതൊക്കെ പൊളിഞ്ഞപ്പോഴാണ് സ്ത്രീകളെ ഭരണതലപ്പത്ത് കൊണ്ടുവരാൻ ശ്രമിച്ചത്. വേട്ടക്കാരനൊപ്പം നിന്ന ആളുകൾ ചേർന്ന് സ്ത്രീകളെ സ്ഥാനത്ത് അവരോധിച്ചു. ഇതിന്റെ പരിണിത ഫലം അധികം വൈകാതെ കാണാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക് മൂവി ബ്രാൻഡ്.